നമസ്കാരം. 2008 വർഷം. ഈ 2008 കരിയിലക്കുളങ്ങരയ്ക്ക് അടുത്ത്, അതായത് കായംകുളം എന്ന് പറയുന്ന സ്ഥലം, അതിനോട് അടുത്ത് കായംകുളത്ത് നിന്ന് നമ്മൾ ഹരിപ്പാടേക്ക് പോകുന്ന വഴിയിൽ ദേശീയപാതയിലൂടെ കടന്നു പോകുമ്പോഴാണ് ഈ കരിയിലക്കുളങ്ങര എന്ന് പറയുന്ന സ്ഥലം വരുന്നത്. ആ കരിയിലക്കുളങ്ങരയിൽ നിന്ന് കിഴക്ക് ഭാഗത്തായിട്ടാണ് പത്തിയൂർ എന്ന് പറയുന്ന സ്ഥലമുള്ളത്. അപ്പോൾ കരിയിലക്കുളങ്ങര ആ ഭാഗത്തിന് അടുത്തായിട്ട് അതിനോട് ചേർന്നിട്ട് ഒരു കുളം ഉണ്ട്. ആ കുളത്തിൽ രാവിലെ പുല്ല് വെട്ടാനായിട്ടൊക്കെ ആൾക്കാർ വരുന്ന ഒരു ഇതുണ്ട്. അന്ന് ഈ പശുവിന് പുല്ല് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഈ പുല്ല് ചെത്താനൊക്കെ ആയിട്ട് ആൾ വരും. അപ്പോൾ അങ്ങനെ പുല്ല് ചെത്താനായിട്ട് ആളുകൾ അവിടേക്ക് എത്തിയപ്പോഴാണ് അവരൊരു കാഴ്ച കാണുന്നത്. അവിടെ ഒരു കുളമുണ്ട്. ഈ പത്തിയൂർ പാടത്തിനോട് ചേർന്നിട്ട് ഒരു കുളമുണ്ട്. അപ്പം ആ കുളത്തിൽ ഒരു സ്ത്രീയുടെ ഇതെന്ന് തോന്നിക്കുന്ന ഒരു കാല് ഇങ്ങനെ പൊന്തി നിൽക്കുന്നത് കണ്ടു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഞെട്ടിപ്പോയി. എന്താണ് സംഭവം? എന്തോ കിടക്കുന്ന കണ്ടു. അപ്പം ഇയാൾ ഉടനെ എന്ത് ചെയ്തു? എല്ലാവരെയും വിളിച്ചു കൂട്ടി, ആൾക്കാരെല്ലാം വിളിച്ചു കൂട്ടി. ഇതാ ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ എന്തോ ഒരു കിടക്കുന്നു, ഒരു സ്ത്രീയുടെ ഒരു കാല് കാണുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവർ ഭയങ്കരമായിട്ട് ഈ പുല്ല് എത്താൻ പോയ ആളുകൾ അവിടെ കിടന്ന് ബഹളം വെച്ചു. അങ്ങനെ തൊട്ടടുത്തുണ്ടായിരുന്ന കരിയിലക്കുളങ്ങര പോലീസിന് അന്ന് വിവരം പറഞ്ഞു. ഇന്നത്തെ പോലെ കരിയിലക്കുളങ്ങര സ്റ്റേഷൻ അങ്ങ് മാറിയിട്ടല്ല, അതിനോട് ചേർന്നിട്ട് തന്നെയാണ്, ഈ ഭാഗത്തൊക്കെ തന്നെയാണ് കരിയിലക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. പഴയ ഹൈവേയോട് ചേർന്നിട്ട് തന്നെ. അപ്പോൾ പെട്ടെന്ന് തന്നെ പോലീസ് അവിടേക്ക് എത്തി. അവിടെ വന്ന് എല്ലാം ആൾക്കാരെല്ലാം കൂട്ടിയിട്ട് ഈ ബോഡി വലിച്ച് കരയിലേക്ക് കയറ്റി കയറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്ത് വേലിക്കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത്രയും ബുദ്ധിമുട്ടി, സാരി എന്തോ ഉപയോഗിച്ചിട്ട് അങ്ങനെ ഈ സ്ത്രീയുടെ ശരീരം വലിച്ച്, മൃതശരീരം വലിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പം മനസ്സിലായി ഏകദേശം ഒരു 50-60 വയസ്സൊക്കെ പ്രായം തോന്നുന്ന ഒരു സ്ത്രീയുടെ ശരീരമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കി. അപ്പം ശാരീരികമായി വേറെ യാതൊരു പരിക്കുകളോ ഒന്നും കാണാനില്ല. എന്തെങ്കിലും ആയുധം ഉപയോഗിച്ച് കൊലപ്പെടുത്തിയായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അടിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും കുത്തിക്കൊല്ലുകയോ അങ്ങനെ ശരീരത്തിൽ അങ്ങനെ ഒരു മാർക്കുകളൊന്നും കാണാനില്ല. അങ്ങനെ പോലീസ് പതുക്കെ ബോഡി എടുത്ത് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിനായിട്ട് അയക്കുന്നു. അങ്ങനെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ഫോറൻസിക്കൊക്കെ വന്ന് നോക്കിയെങ്കിലും പ്രത്യേകിച്ച് അവർക്ക് ബോഡിയിൽ നിന്ന് പ്രത്യേകിച്ച് ഐഡൻറ്റിഫിക്കേഷൻ മാർക്കുകളൊന്നും അവർക്ക് കിട്ടിയിരുന്നില്ല. പിന്നീട് പതുക്കെ ഈ ശരീരം നേരെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നു. ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി അങ്ങനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടെത്തിച്ച് സമയത്ത് അവരുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തു. അങ്ങനെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോഴാണ് ഇവരുടെ ശരീരത്തിൽ മാരകമായ വിഷബാധ ഏറ്റിട്ടുണ്ട്. അതായത് ഉള്ളിലേക്ക് അവർ കഴിച്ച ഭക്ഷണത്തിലൂടെയോ അങ്ങനെ എന്തോ അതിലൂടെയോ മറ്റോ ഇവരുടെ ശരീരത്തിനുള്ളിലേക്ക് വിഷാംശം എത്തിയിട്ടുണ്ട്. ആ വിഷം പരിശോധിച്ചിൽ നിന്ന് ഫ്യൂറിഡാൻ എന്ന് പറയുന്ന ഒരു വിഷപദാർത്ഥമാണ് ഇവർ കഴിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലായി. അത് ഒരു ഭക്ഷണത്തിൽ കലർത്തി ഇവർ കഴിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാകുന്നത്. അതിനുശേഷം മരണപ്പെട്ട ഇവരെ പിന്നീട് ആരോ കൊലയാളിയായിരിക്കുന്ന ഒരാൾ കെട്ടി ഈ പത്തിയൂർ കുളത്തിലേക്ക് എടുത്ത് കളഞ്ഞതാണ് എന്നാണ് പോലീസിൻ്റെ ഒരു നിഗമനം. പക്ഷേ അപ്പോഴും പോലീസിന് മുമ്പിൽ ഒരു ചോദ്യമുണ്ട്, ആരാണ് മരിച്ചത് എന്ന് പറയുന്നൊരു ചോദ്യം. പലപ്പോഴും പോലീസിന് കൊടുക്കുന്ന ഒരു ചോദ്യം അതാണ്. ഒരാൾ മരിച്ചത് ആരാണ് എന്ന് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ അതിലേക്ക് ഇതിൻ്റെ മരണകാരണം, ആ കൊലയാളിയുടെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളതൊക്കെ മനസ്സിലാകുകയുള്ളൂ. പക്ഷേ ആ ബോഡി വലിച്ച് കരയിൽ കയറ്റുമ്പോഴും ഇവരുടെ ശരീരത്തിൽ ആഭരണങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ള, കമ്മലുണ്ടായിരുന്നില്ല, വള, മാല, ഇത്തരം സാധനങ്ങളൊന്നും ഈ സ്ത്രീയുടെ ശരീരത്തിൽ, ഈ ഡെഡ് ബോഡിയിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞു, പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു, ബോഡി. അപ്പോൾ പിന്നീടാണ് അന്വേഷണത്തിനാണ് അറിയുന്നത്. അങ്ങനെ മിസ്സിംഗ് കേസുകൾ മോർച്ചറി സൂക്ഷിക്കുകയാണ്. മിസ്സിംഗ് കേസുകളൊക്കെ പരിശോധിച്ച് നോക്കി. അങ്ങനെ മിസ്സിംഗ് കേസുകൾ പരിശോധിച്ചിട്ടൊന്നും വേണ്ടത്ര വിവരമൊന്നും കിട്ടിയില്ല. പിന്നീട് ഇങ്ങനെ ഇവരുടെ ഫോൺ രേഖകളൊക്കെ പരിശോധിക്കുന്ന സമയത്താണ് പിന്നീട് പങ്കജാക്ഷി എന്ന് പറയുന്ന കരുവാറ്റ സ്വദേശിയായ ഒരു സ്ത്രീയാണ് ഈ മരിച്ചത് എന്ന് പറഞ്ഞു. ഇവരുടെ ഒരു റിലേറ്റീവ് എന്ന കായംകുളം ഭാഗത്ത് എവിടെയോ താമസമുണ്ട്. അപ്പം മകളുടെ വീട്ടിൽ നിന്നും ഇവരെ കാണാനാണ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയ ഒരാളാണ്. ഈ കരുവാറ്റയിൽ നിന്ന് ഇറങ്ങി പോയ ഒരു സ്ത്രീയാണ് ശരിക്കും ഈ പങ്കജാക്ഷി എന്ന് പറയുന്നത്. ഒരു 50-60 മധ്യപ്രായമുള്ള ഒരു സ്ത്രീ. എനിക്കൊന്ന് മകളെ വിവാഹം കഴിപ്പിച്ച് അയച്ചതോ മറ്റോ ആ ഭാഗത്ത് എവിടെയോ ആണ്. അങ്ങനെ പോയ ഒരാളാണ്. പോലീസിനൊരു വാലും തുമ്പുമില്ല. ഇവർ വിഷം കഴിച്ച് മരിച്ചു. പക്ഷേ സ്വാഭാവികമായിട്ടും ഒരു ആത്മഹത്യ എന്ന നിലയിലേക്ക് മാത്രമായി എത്തേണ്ടതാണ്. പക്ഷേ ഒരു പ്രധാന പ്രശ്നമെന്ന് വെച്ചാൽ ഈ ബോഡി എങ്ങനെ കുളത്തിലേക്ക് വന്നു? സ്വാഭാവികമായിട്ടും പോലീസ് സംശയിക്കുന്നതല്ലേ. അന്ന് 2008 ഇങ്ങനെ സംഭവം നടക്കുന്ന സമയത്ത് പലരും പോയി നോക്കിയത് ആരാണ് എന്താണ് ആർക്കും ഒരു പിടിയില്ല. അപ്പം സ്വാഭാവികമായ ഒരു ആത്മഹത്യ ചെയ്യുന്ന ഒരാൾ ശരീരത്ത് കല്ല് കെട്ടി വെച്ച് കുളത്തിലേക്ക് ചാടില്ല എന്ന് പോലീസിനറിയാം. അപ്പോൾ CA ഹരികൃഷ്ണനായിരുന്നു അന്ന് ചാർജ് ഉണ്ടായിരുന്നു, അന്വേഷണ ചുമതല. അപ്പോൾ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ കാര്യം ഇതൊരു കൊലപാതകം തന്നെയാണ്. അപ്പോൾ ഒരു കൊലയാളി പോലും രക്ഷപ്പെടാൻ പാടില്ല എന്ന് പറയുന്ന പോലീസിൻ്റെ ശക്തമായ ഒരു ചിന്താഗതി അതിനകത്തുണ്ടായിരുന്നു.
അങ്ങനെ നേരെ ഈ സി ഹരീഷിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന നടത്തുന്നു. അങ്ങനെ പരിശോധന നടത്തിയ സമയത്താണ് അവിടെ നിന്നും നമ്മുടെ ഈ സ്ത്രീയെ കണ്ടുകിട്ടിയ ആ ഭാഗത്ത് നിന്നും, അവരുടെ ഡെഡ് ബോഡി കിട്ടിയ ആ ഭാഗത്ത് നിന്നും ഒരു പൂച്ച ചത്ത് കിടക്കുന്നതായി കണ്ടത്. ഒരു ചത്ത പൂച്ച ഒരു കേസ് തെളിയിക്കാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെ നോക്കി ചത്ത പൂച്ചയെ കൊണ്ടു. അപ്പോൾ ഈ ചത്ത പൂച്ചയെ എടുത്തിട്ട് ഇയാൾ നേരെ അതിൻ്റെ ഫോട്ടോയൊക്കെ എടുത്ത് സൂക്ഷിച്ചു. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഫോട്ടോഗ്രാഫറോട് ഫോട്ടോ എടുത്ത് സൂക്ഷിക്കാൻ പറഞ്ഞു. അങ്ങനെ ഫോട്ടോയൊക്കെ എടുത്ത് സൂക്ഷിച്ചു. എന്നിട്ട് അതിനുശേഷം ഈ ഫോട്ടോയുമായി പോലീസുകാർ ആ ഭാഗങ്ങളിലൊക്കെ തിരഞ്ഞു. അപ്പോൾ ആരുടേതാണ് ഈ പൂച്ച എന്നറിയണമല്ലോ. അപ്പോൾ അങ്ങനെ പല ഭാഗങ്ങളിലും തിരഞ്ഞപ്പോൾ ഇപ്പം ഒരു വീട്ടിലേക്ക് ചെന്ന് കയറിയപ്പോൾ അയാൾ പറഞ്ഞു, അയ്യോ ഇതെൻ്റെ പൂച്ചയാണ്, ഇതിനെ കുറേ ദിവസമായി കാണാനില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞത് ചത്ത് കിടക്കുകയായിരുന്നു, ഇത് അവർ മരണം നടന്ന ആ സ്ഥലത്ത് നിന്ന് കിട്ടിയതാണ് ഈ പൂച്ചയുടെ ഡെഡ് ബോഡി. അപ്പോൾ ഒടുവിൽ എന്ത് ചെയ്തു, ഈ പൂച്ചയെ എത്രയും പെട്ടെന്ന് പൂച്ച മരിച്ചത് എങ്ങനെയാണ്, അതാണ് ഒരു പ്രശ്നം. അപ്പോൾ ഒരു സാധാരണഗതിയിൽ ഒരു ഡെഡ് ബോഡി കിട്ടുന്ന സ്ഥലത്ത് ഒരു പൂച്ച മരിച്ചു കിടക്കുന്നതിന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഒരുപക്ഷെ ആ പൂച്ച ഏതെങ്കിലും തരത്തിൽ അപകടം പറ്റിയതാവാം, അല്ലെങ്കിൽ ആരെങ്കിലും അപായപ്പെടുത്തിയതാവാം, അല്ലെങ്കിൽ കൊന്നുകൊണ്ട് ഇട്ടതാവാം. ഇപ്പോൾ പോലീസിൻ്റെ സംശയം വേറൊരു വഴിക്കാണ് പോയത്. കാരണം ഇവിടെ ഒരാൾ മരണപ്പെട്ടു, അയാൾ വിഷം ഉള്ളിൽ ചെന്ന് മരിച്ചു, ഭക്ഷണത്തിലൂടെ വിഷം ഉള്ളിൽ ചെന്ന് മരിച്ചു. സ്വാഭാവികമായും ഈ പൂച്ച മരണപ്പെട്ടത് എങ്ങനെയാണ് എന്നറിഞ്ഞാൽ ഒരു തുമ്പ് കിട്ടിയേക്കും എന്ന് പറയുന്ന ഒരു ചിന്താഗതി ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു അസസ്മെൻറ്റിലേക്ക് എത്താനും പറ്റില്ല. കാര്യം പോലീസല്ലേ, വെറുതെ എന്തെങ്കിലും ഒരു അസസ്മെൻറ്റ് എത്തിയിട്ട് കാര്യമില്ല. ഈ പൂച്ചയും വിഷം കഴിച്ചു എന്ന് പറയുന്ന ഒരു അസസ്മെൻറ്റിലേക്ക് എത്താൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ചരിത്രത്തിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഈ പൂച്ചയെ എങ്ങനെയും പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കി. പൂച്ചയെ പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കിയപ്പോഴാണ് ഈ പൂച്ചയുടെ മരണസമയവും ഈ സ്ത്രീയുടെ മരണസമയവും ഏകദേശം തുല്യമാണ് എന്നറിയാൻ കഴിഞ്ഞു. അതായത് പൂച്ച ഭക്ഷണം അല്ലെങ്കിൽ ഈ സ്ത്രീ ഭക്ഷണം ആ വിഷം കഴിച്ച അതേ സമയത്ത് തന്നെ ഈ പൂച്ചയും വിഷം കഴിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. രണ്ടും സെയിം ഭക്ഷണവും, രണ്ടും സെയിം ഈ പറയുന്ന വിഷവും, ഫ്യൂരിഡാൻ എന്ന് പറയുന്ന വിഷവും, രണ്ടിൻ്റെയും മരണകാരണം സെയിമാണ്. അങ്ങനെ വന്ന സാഹചര്യത്തിലാണ് പിന്നീട് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. പോലീസ് നേരെ അന്വേഷണത്തിലേക്ക് എത്തി, പല വീടുകളിലും കാണിച്ചു നോക്കി. അപ്പം സ്വാഭാവികമായി സംശയം തോന്നി, ആരുടെ പൂച്ച എന്ന് കണ്ടെത്തണം. ആരുടെ പൂച്ചയാണ് എന്ന് കണ്ടെത്തിയാൽ മാത്രമേ ഇതിനൊരു തുമ്പുണ്ടാകൂ എന്നുള്ളത് പോലീസിന് മനസ്സിലായി. അങ്ങനെ അവർ നേരെ ഈ പൂച്ച ആരുടെ എന്ന് കണ്ടെത്താൻ നോക്കിയപ്പോൾ ഒരാൾ കണ്ടു, ഇങ്ങനെ ഒരു പൂച്ചയാണ്, ഇതിനെ കുറേ ദിവസമായി കാണാനില്ലായിരുന്നു എന്നുള്ള സത്യാവസ്ഥ അവർ വീട്ടുകാർ പറയുന്നത്. അപ്പോൾ പിന്നീട് അന്വേഷണം ഇങ്ങനെ നോക്കി. പിന്നീട് ഈ ആളിനെ ബോധ്യപ്പെട്ടു, അത് പങ്കജാക്ഷി എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് മരണപ്പെട്ടത് എന്നുള്ള വിവരം ഏറെക്കുറെ പോലീസിന് മനസ്സിലായി. അല്ലെങ്കിൽ ആ തരത്തിലുള്ള അപ്പോഴേക്ക് കരുവാറ്റ സ്റ്റേഷനിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മിസ്സിംഗ് കേസ് അവർ ഫയൽ ചെയ്തു, ഇവർ അമ്മയെ കാണാനില്ല എന്നുള്ള നിലയിൽ. അപ്പോൾ പിന്നീട് കാണാനില്ലാതെ വന്ന ഒരു സാഹചര്യത്തിൽ ഇവരുടെ മകളാണ് പരാതി പോലീസിന് കൊടുക്കുന്നത്. അപ്പം ഈ പരാതി കിട്ടിയ ഉടനെ തന്നെ പോലീസ് ഇതുമായി ഒന്ന് പൊരുത്തപ്പെട്ട് നോക്കി. അപ്പോൾ അങ്ങനെ ടാലി ചെയ്ത് നോക്കിയപ്പോൾ ഏറെക്കുറെ സെയിമാണ്. അപ്പോൾ അങ്ങനെ ആണ് ഇവരുടെ മകളെ കൊണ്ടുവന്ന് മെഡിക്കൽ കോളേജിൽ മോർച്ചറിയിൽ കൊണ്ടുവന്ന് ഇതാണോ നിങ്ങളുടെ അമ്മ എന്ന് നോക്കാൻ പറഞ്ഞിട്ട് ബോഡി ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് പോയി. അപ്പോഴാണ് മനസ്സിലാവുന്നത് മരണപ്പെട്ടത് പങ്കജാക്ഷി എന്ന് പറയുന്ന ഒരാളാണ്. അപ്പോൾ വേറെ ഒന്നും അറിയില്ല, പങ്കജാക്ഷിക്ക് ഇപ്പം മരണപ്പെട്ടു എന്നുള്ള കാര്യം വീട്ടുകാർക്കും ബോധ്യപ്പെട്ടു. പിന്നീട് അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് പോവുകയും ചെയ്തു. പിന്നീടാണ് അങ്ങനെ പോയ സമയത്താണ് ഇവരുടെ ഫോൺ നമ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ ഫോൺ നമ്പർ വെച്ചിട്ട് പിന്നീട് പരിശോധനയായി. അങ്ങനെ ഫോൺ നമ്പർ പരിശോധിക്കുന്ന സമയത്താണ് ഇവർ നിരന്തരം ജലാലുദ്ദീൻ എന്ന് പറയുന്ന ഒരു ആളുമായി ഫോണിൽ കോൺടാക്റ്റ് ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ള വിവരം മനസ്സിലാവുന്നത്. അന്ന് ഈ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന 2008 ആ ദിവസം തന്നെ ഈ മരണവുമായി ഈ ജലാലുദ്ദീൻ്റെ ഫോണും ഇവരുടെ ഫോണും ഒരേ ടവർ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പോലീസിന് വ്യക്തമായി ബോധ്യപ്പെട്ടു. അങ്ങനെ ജലാലുദ്ദീനിലേക്ക് എത്തുന്നു. ജലാലുദ്ദീനിലേക്ക് എത്തിയ സമയത്താണ് ജലാലുദ്ദീനും ഈ സ്ത്രീയുമായി നേരത്തെ മുതൽ അടുപ്പമുണ്ട്. ഈ ജലാലുദ്ദീൻ എന്ന് പറഞ്ഞൊരു പാത്ര കച്ചവടക്കാരനാണ്. അപ്പോൾ ഇവർ തമ്മിൽ ചില സാമ്പത്തിക ഇടപാടുകളൊക്കെ ഈ ജലാലുദ്ദീൻ നടത്തിയിട്ടുണ്ട്. ഈ പാത്രം എടുക്കുന്നതിന് വേണ്ടി പൈസയൊക്കെ ഇവർ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്തു. ഇവർ തമ്മിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഇവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഈ ജലാലുദ്ദീൻ ഇവരെ വിളിച്ചു വരുത്തി. അപ്പോൾ ഇവർ ആ വീട്ടിൽ പറഞ്ഞു, ഞാൻ പുറത്തേക്ക് എൻ്റെ ബന്ധുവിൻ്റെ ഇന്ന ആളുടെ വീട്ടിലേക്ക് പോവുകയാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ കുണ്ടറയോ മറ്റോ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അവിടേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇവർ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അങ്ങനെ കായംകുളത്തെത്തി ഇവരെ ജലാലുദ്ദീനുമായി മീറ്റ് ചെയ്യുന്നു. അങ്ങനെ രാത്രി വരെ ഇവർ ഒരുമിച്ചുണ്ടായിരുന്നു. അതിനുശേഷം ജലാലുദ്ദീൻ ഇവരെയും കൂട്ടിയിട്ട് നേരെ പത്തിയൂരേക്ക് ഇയാളുടെ താമസിക്കുന്ന സ്ഥലത്തേക്ക് വരുന്നു. ഇയാൾ പുറത്തു നിന്ന് എത്തുന്ന ഒരാളാണ് ഈ ജലാലുദ്ദീൻ. അവിടെ എന്തോ വാടകയ്ക്ക് മറ്റോ താമസിക്കുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ എത്തിയ ഇവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ ജലാലുദ്ദീൻ്റെ കയ്യിൽ ബിരിയാണി ഉണ്ടായിരുന്നു. അപ്പോൾ ബിരിയാണിയിലും കുടിക്കാനുള്ള വെള്ളത്തിലും ഇദ്ദേഹം എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ വിഷം കലർത്തി, ഫ്യൂരിഡാൻ എന്ന് പറയുന്ന വിഷം കലർത്തി. വിഷം കലർത്തിയതിന് ശേഷം ഇവർ ഒരുമിച്ച് പോവുകയും ഇവർക്ക് ഭക്ഷണവും വെള്ളവും നൽകുകയും ചെയ്തു. ഈ സമയത്താണ് നമ്മുടെ പൂച്ച, ഈ പറയുന്ന കുറ്റം തെളിയിച്ച പൂച്ച ഈ മണം പിടിച്ചു. ബിരിയാണിയുടെ ഒക്കെ മണം പൂച്ചയ്ക്ക് കിട്ടുമല്ലോ. പൂച്ച ഈ മണം പിടിച്ചുകൊണ്ട് ഇവർ പോകുന്ന വഴിയെ തന്നെ പൂച്ചയും പിന്നാലെ കൂടി.
പൂച്ച പിന്നാലെ കൂടി അവരെത്തി ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ച പാടെ ഇവർക്ക് തളർച്ചയുണ്ടായി, അവർ വീഴുകയും ചെയ്തു. ബാക്കി വന്ന ഭക്ഷണം ഈ പൂച്ച കഴിക്കുകയും ചെയ്തു. അപ്പോൾ ഇവർ മരണപ്പെട്ടു എന്ന് ഉറപ്പാക്കിയപ്പോൾ തന്നെ ഈ ജലാലുദ്ദീൻ എന്ത് ചെയ്തു? അവരുടെ ശരീരത്തിലുണ്ടായിരുന്ന ആഭരണങ്ങളെല്ലാം ഊരിയെടുക്കുകയായിരുന്നു. ആഭരണങ്ങളെല്ലാം ഊരിയെടുത്തതിന് ശേഷം ഒരു വേലിക്കല്ല് ഇവരുടെ ശരീരത്ത് വെച്ച് കെട്ടി സാരി ഉപയോഗിച്ച് തന്നെ കെട്ടിയതിന് ശേഷം ഈ സ്ത്രീയുടെ ശരീരം ഈ പത്തിയൂർ കുളത്തിനുള്ളിലേക്ക് ഇട്ടതിന് ശേഷം ഇയാൾ പോവുകയായിരുന്നു. ഇതാണ് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ആരെയും അമിതമായി വിശ്വസിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് ഒന്നാമത്തെ കാര്യം, ഈ പങ്കജാക്ഷി എന്ന് പറയുന്ന ആ 50-നും 60-നും ഏകദേശം 60 വയസ്സ് കൂട്ടിക്കോളൂ, 60 വയസ്സോളം പ്രായമെത്തിയ ഒരു സ്ത്രീ ഇങ്ങനെ ജലാലുദ്ദീൻ എന്ന് പറയുന്ന എവിടെയോ ഉള്ള ഒരാളുമായി ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക, ഒരു കോണ്ടാക്റ്റ് ഉണ്ടാക്കി വെക്കുക, അയാളുമായി ഒരു അടുപ്പം നിലനിർത്തിക്കൊണ്ടു പോവുക. അയാൾ എന്താണ് ചിന്തിക്കുന്നതെന്നോ അയാൾ എന്താണ് പ്രവർത്തിക്കുന്നതെന്നോ ഒരിക്കലും അറിയാൻ പോലും കഴിയാത്ത രീതിയിൽ പ്രായം 60ഓളം എത്തി വളർന്ന കുട്ടികളുണ്ട്. ആ പറയുന്ന പങ്കജാക്ഷി ഇങ്ങനെ ഒരു കെണിയിലേക്ക് പോയി അകപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിൽ നിന്ന് എന്തായിരുന്നു അയാളുടെ ഉദ്ദേശം എന്ന് പോലും തിരിച്ചറിയാൻ ഈ 60-കാരിയായ പങ്കജാക്ഷിക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് അവരുടെ ജീവിതത്തിൽ പറ്റിയ അല്ലെങ്കിൽ അവരുടെ ജീവിതം അവസാനിപ്പിക്കാൻ കാരണമായ ഒരു കാര്യം തന്നെയാണ്. പിന്നീട് പോലീസിൻ്റെ ഒരു കഴിവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു തെളിവ്, ഒരു ചെറിയ നിസ്സാരമായ തെളിവിനെ പോലും തള്ളിക്കളയാതെ ശക്തമായ നിരീക്ഷണ ബോധത്തോടു കൂടി ഏതൊരു കാര്യത്തെ സമീപിച്ചാൽ അത് വളരെ കൃത്യമായൊരു ഫലം കണ്ടെത്താൻ കഴിയുമെന്ന് പറയുന്ന വലിയൊരു സന്ദേശം കൂടി ഈ പൂച്ചയുടെ മരണത്തിലൂടെ, പൂച്ചകൾ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ഒരു കേസന്വേഷണമാണെങ്കിൽ ഒരു പൂച്ച ചത്ത് കിടക്കുന്നു, സ്വാഭാവികമായി എന്തെങ്കിലും തേങ്ങ വീണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അപകടം പറ്റിയോ അല്ലെങ്കിൽ പട്ടി കടിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആ മരണം നടക്കാമല്ലോ. ഒരു പൂച്ചയല്ലേ, സ്വാഭാവികം. ആ പൂച്ചയെ വളരെ റിസ്ക് എടുത്തിട്ട് പ്രത്യേക പെർമിഷനോട് കൂടിയാണ് ശരിക്കും ഈ പൂച്ചയുടെ പോസ്റ്റ്മോർട്ടം നടത്തുന്നത്. കാര്യം മനുഷ്യൻ്റെ പോസ്റ്റ്മോർട്ടം നടത്തുന്ന രീതിയിൽ ഒരു മൃഗത്തിൻ്റെ പോസ്റ്റ്മോർട്ടം നടത്താൻ കഴിയില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് പ്രത്യേകം പെർമിഷൻ എടുത്ത് അതിനുവേണ്ടി പ്രത്യേക ആളുകളെ കൊണ്ടുവന്നിട്ട് തന്നെയാണ് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചത്. അപ്പം ആ പോസ്റ്റ്മോർട്ടത്തിൽ നിന്ന് ആണ് ശരിയായ തെളിവ് കിട്ടുന്നത്. പിന്നീട് ആ ബോഡി, അപ്പം എന്താണ് മരണകാരണമെന്നും ഈ പൂച്ച അവിടെ ഉണ്ടായിരുന്നുവെന്നും അപ്പോൾ ഈ പൂച്ചയുടെ വളർത്തുന്നവരുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കാം ഇങ്ങനെ ഒരു കൊലപാതകം നടന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞ് അപ്പം ബാക്കി നാട്ടുകാരെ ചോദ്യം ചെയ്യലിൽ നിന്നാണ് ജലാലുദ്ദീൻ എന്ന് പറയുന്ന ഒരാൾ അവിടെ താമസമാക്കി വിവരമൊക്കെ പോലീസിന് കിട്ടുന്നത്. ഈ രീതിയിലാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയതും ഒടുവിൽ അയാൾ പ്രതിയെ തിരിച്ചറിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി കുറ്റപത്രം സമർപ്പിച്ചു ആ കേസുമായി മുന്നോട്ട് പോവുകയും ചെയ്തു. അപ്പം നമ്മൾ ചിന്തിക്കുക, നമ്മളുടെ അടുത്ത് കൂടുന്ന എല്ലാവരെയും ഒന്നും കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല. എല്ലാവരും ഏത് തരക്കാരാണെന്നോ അവർ നമ്മളിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നതെന്നോ നമ്മൾ എന്ത് ചെയ്യുമെന്നോ നമ്മൾ ഏതെങ്കിലും ഒരു സമയത്ത് അവരെ അപായപ്പെടുത്താൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പോലും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയില്ല. സോ നമ്മൾ നമ്മുടേതായ രീതിയിൽ ജീവിക്കുക, മറ്റുള്ളവരെ അനാവശ്യമായി ട്രസ്റ്റ് ചെയ്യാതിരിക്കുക. പിന്നെ നിരീക്ഷണ പാടവം ഏതൊരു കേസിൻ്റെയും അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിൻ്റെയും വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്യുകയും ഈ കഥയിലൂടെ.